ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര പാലക്കയം തട്ടിലേക്കാണ്. കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് പാലക്കയം തട്ട്. എൻ്റെ നാട് കണ്ണൂരായതുകൊണ്ട് തന്നെ എനിക്ക് വളരെ അടുത്തുള്ളൊരു പ്ലേസ് തന്നെയാണ് പാലക്കയം തട്ട്. ഏകദേശം വീട്ടിൽ നിന്നൊരു 50 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ പറ്റും. ഇന്നൊരു ഞായറാഴ്ചയാണ്. ശനിയാഴ്ച രാത്രി കിടക്കുമ്പോൾ 5:30 അലാറമൊക്കെ വെച്ച് കിടന്നായിരുന്നു. പക്ഷേ അതിലൊരു ഓപ്ഷൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. വീക്ക് ഡേയ്സ് ഓൺലി എന്നുള്ളൊരു ഓപ്ഷൻ ഓഫ് ചെയ്യാതെ അലാറം സെറ്റാക്കിയതുകൊണ്ട് തന്നെ ഞായറാഴ്ച പുലർച്ചെ അലാറം അടിഞ്ഞില്ല 5:30. അങ്ങനെ ഒരു 7:30 ആകുമ്പോഴാണ് ഉറക്ക് എഴുന്നേറ്റത്. അങ്ങനെ 7:30 എഴുന്നേറ്റ് വൈഫിനെ എഴുന്നേൽപ്പിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പാലക്കയം തട്ടിലേക്കുള്ള റോഡൊക്കെ നല്ല റോഡ് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കൂർ ശ്രീകണ്ഠാപുരം ആ വഴിയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പാലക്കയം തട്ടിലേക്കുള്ള റോഡ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹിമാലയൻ ഇപ്പോൾ ഏകദേശം 6000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് സർവീസൊക്കെ കഴിഞ്ഞ് വണ്ടി നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതുവരെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ഇപ്പോഴാണ് ഏകദേശം വണ്ടി ഞാനുമായിട്ടൊന്ന് സിങ്കായത്. പക്ഷേ ഇപ്പോഴും വെയിറ്റ് വലിയൊരു പ്രശ്നം തന്നെയാണ്. പെട്ടെന്ന് യൂ ടേൺ എടുക്കാനൊന്നും സാധിക്കുന്നില്ല. നല്ല ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ പുറകിൽ ആളിരിക്കുമ്പോൾ ഉള്ള യൂ ടേൺ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. മുന്നത്തേക്കാൾ വണ്ടി എടുത്തപ്പോൾ ഉണ്ടായിരുന്ന അത്രയും ബുദ്ധിമുട്ട് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാനില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ നല്ലൊരു കയറ്റാണ് പാലക്കയം തട്ടിലേക്കുള്ളത്. രണ്ട് ഭാഗത്തും ഫുൾ മരങ്ങളൊക്കെ നിറഞ്ഞിട്ട് അങ്ങനെ വെയിലിൻ്റെ ഒരു ചൂടൊന്നും ഇങ്ങോട്ടേക്കൊന്നും അറിയുന്നില്ല. രാവിലെ ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 8 മണി കഴിയുന്നതേ ഉള്ളൂ. നല്ലൊരു തണുത്തൊരു ക്ലൈമറ്റ് തന്നെയാണ്. ഒരു മലയോര മേഖലയായതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് നമ്മുടെ നാട്ടിലുള്ള അത്രയും ചൂട് ഇപ്പോൾ ഇവിടെ രാവിലെ ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങളിപ്പോൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കയറ്റമാണ് ചില സ്ഥലത്തൊക്കെ ഉള്ളത്. ഫസ്റ്റ് ഗിയറിലിട്ട് തന്നെ വണ്ടി വലിപ്പിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ അധികം സ്ട്രെസ്സ് കൊടുക്കാതെ 6000 കിലോമീറ്ററല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എഞ്ചിനധികം സ്ട്രെസ്സ് കൊടുക്കാതെയാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ തിരക്കിൽ പുറപ്പെട്ടത് കാരണം ഫോണ് നെക്കിൽ ഹോൾഡ് ചെയ്യാനുള്ള നെക്ക് ബാൻഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കിലിരിക്കുന്ന ആളാണ് ഇന്നത്തെ ക്യാമറമാൻ. റൈഡിങ് വീഡിയോസും സീനറിയും ഒക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ ബാക്കിലിരുന്നുകൊണ്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ആ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ഗോപ്രോയുടെ ഒരു ആംഗിളിൽ അല്ലെങ്കിൽ POV ഷോട്ടായിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് എലിസൻ്റെ നെക്ക് ബാൻഡാണ്. ക്യാമറ എൻ്റെ DJയുടെ ഓസ്മോ ആക്ഷൻ 3 ഉണ്ടെങ്കിലും എനിക്കത് അങ്ങനെ യൂസ് ചെയ്യാനും പിന്നെ അത് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഭയങ്കര മടിയായതുകൊണ്ട് നമ്മുടെ ഐഫോൺ തന്നെ എലിസൻ്റെ നെക്ക് ബാൻഡിൽ യൂസ് ചെയ്തിട്ടാണ് ഇതുവരെയുള്ള വീഡിയോസൊക്കെ ചെയ്തിരുന്നത്. തിരക്കിൽ ഇന്ന് ഇറങ്ങിയപ്പോൾ അതെടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ പുറകിലുള്ള ക്യാമറ വുമൺ നന്നായിട്ട് തന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്നുണ്ട്. നല്ല നല്ല റിസ്കി ഷോട്ട്സുകളൊക്കെ എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുഖങ്ങളും കൂടി നിങ്ങൾ വീഡിയോയിൽ കാണേണ്ടി വരും. പക്ഷേ അതൊന്ന് സഹിക്കുക എന്നുള്ളത് എനിക്കിപ്പോൾ പറയാനുള്ളൂ. രാവിലെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ലായിരുന്നില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇടണം എന്നുള്ളൊരു നിർബന്ധം കാരണം അതിടാൻ വേണ്ടി ഏകദേശം ഒരു 10 മിനിറ്റോളം സമയം ചിലവായിട്ടുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല. എന്തായാലും ട്രിപ്പ് പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് കുറച്ച് ലേറ്റ് ആയാൽ തന്നെ നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട്. അധികം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ 1 മണിക്കൂറിൽ താഴെ സമയം എടുത്തുള്ളൂ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ചെറിയൊരു സ്പീഡിൽ തന്നെയാണ് വന്നത്. പ്രത്യേകിച്ച് ഈ ഹിമാലയൻ നമ്മൾ ഓടിക്കുമ്പോൾ എങ്ങനെയായാലും ഒരു 50 കിലോമീറ്റർ താഴെ വേഗതയൊക്കെ ആണെങ്കിൽ ഹീറ്റ് കൊണ്ട് നമുക്ക് ഒരു രക്ഷയുണ്ടാവില്ല. കുറഞ്ഞതൊരു 60 മേലെയൊക്കെ വണ്ടി ഒരു 5th ഗിയറിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കും ഒരു കാലിനൊക്കെ ഹീറ്റില്ലാതെ പോയി വരാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ വണ്ടി ഒരു സ്മൂത്തായിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നു 5th ഗിയറിൽ ഒരു 60 കിലോമീറ്റർ സ്പീഡിനൊക്കെ ശേഷമാണ് വണ്ടി ഒന്ന് സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ വണ്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ കയറ്റമൊക്കെ പറന്ന് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം പാലക്കയം തട്ടിനോട് അടുത്തെത്താനായി. ഒരുപാട് കുരിശടികളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. നല്ല അടിപൊളി സീനറിയൊക്കെയുള്ള റൂട്ട് തന്നെയാണ്. ഉള്ളോട്ടുള്ള റോഡാണെങ്കിൽ തന്നെ അധികം വലിയൊരു കുണ്ടും കുഴിയൊന്നും ഇല്ല. പിന്നെ പ്രത്യേകിച്ച് ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉണ്ടെങ്കിലേ ഈ ഹിമാലയൻ ഓടിക്കാനുള്ള ഒരു രസമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പാലക്കയം തട്ടിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു കയറ്റവും ഒരു 2-3 വളവ് കൂടി ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ച് കാലമായി ഇങ്ങോട്ടേക്കൊന്ന് വന്നിട്ട്. അപ്പോൾ നല്ലൊരു കയറ്റാണ്. ഇതിങ്ങനെ വണ്ടി അധികം സ്ട്രെയിൻ ചെയ്യിപ്പിക്കാതെ RPM ഒരു മീഡിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ വണ്ടി കയറ്റുന്നത്. എനിക്ക് അങ്ങനെ ഇരപ്പിച്ചെടുക്കാനുള്ളൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പതുക്കെ പോയാൽ മതി എന്നുള്ളൊരു ഇതിൽ ഞാൻ വളരെ സ്ലോയിലാണ് വണ്ടി എടുക്കുന്നത്. ഒരുപാട് പട്ടികളൊക്കെ നമുക്ക് റോഡ് കാണാം. ഇതെങ്ങാനും ഒന്ന് ക്രോസ് വന്നു കഴിഞ്ഞാൽ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ള കാര്യം ഷുവറാണ്. കാരണം പെട്ടെന്നൊക്കെ കാലുകുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ അത്ര ഹൈറ്റുള്ള ഒരാൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതൊരു നിസ്സാരമായ കാര്യമല്ല.
ഗൈസ് അങ്ങനെ പാലക്കയം പാർക്കിങ്ങിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട്. ഞങ്ങൾ പുറപ്പെടാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് എത്തിയത്, പക്ഷേ കുഴപ്പമില്ല, 1 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു തിരക്കൊന്നും കാണുന്നില്ല. 2 ബൈക്ക് കാണുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ബോക്സൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ യാത്ര പുറപ്പെട്ടത്. അപ്പോൾ ടോപ്പ് ബോക്സ് വെച്ചത് 2 കുപ്പി വെള്ളം എടുക്കാനും പിന്നെ വൈഫിന് ചാരി ഇരിക്കുന്നതാണ് കുറച്ച് കംഫർട്ട് എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ടോപ്പ് ബോക്സ് എടുത്ത് വെച്ചിട്ടുള്ളത്. നല്ലൊരു ക്ലൈമറ്റാണ്, അധികം വെയിലൊന്നും ഇവിടെ അറിയാൻ പറ്റുന്നില്ല. പാലക്കയം എൻട്രൻസ് ആണ് ഗൈസ് ഇത്. ഇപ്പോൾ ഇവിടെ ഒരു കവടൊക്കെ ആക്കിയിട്ടുണ്ട്. മുന്നേ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് കാലമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. നല്ലൊരു ഭംഗി തന്നെയാണ് ഗൈസ് ഈ ഒരു സമയത്ത് ഇത് കാണുമ്പോൾ. അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ 8:30 സമയമായി, 8:30 മണി കഴിഞ്ഞു. പക്ഷേ ഇവിടെ വെയിലൊന്നുമില്ല. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, ഫാമിലിയൊക്കെ ഉണ്ട്. നടന്ന് കയറാൻ കുറച്ചുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമുക്കൊരു ക്ഷീണമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ ഒരാൾ 2 സ്റ്റെപ്പ് നടന്നപ്പോൾ തന്നെ ഏകദേശം സൈഡായിട്ടുണ്ട്. അതുകൊണ്ട് കൈ പിടിച്ച് നമ്മൾ മുകളിലേക്ക് കയറ്റുകയാണ്. അണ്ണിവനായ പാറയാണ്, അപ്പോൾ കാല് സ്ലിപ്പായി പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ പകുതി നടന്നപ്പോഴേക്കും തളർന്നതുകൊണ്ട് ഇവിടെ കാഴ്ച കാണാനുള്ളൊരു ബെഞ്ചിലിരുന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആ ബെഞ്ചിൽ ഇതിന് മുന്നേ ഇവിടെ വന്നു പോയ ഒരുപാട് കപ്പിൾസിൻ്റെ ഒക്കെ പേരുണ്ട്. പൊതുവേ മലയാളികളുടെയൊക്കെ ഒരു സ്വഭാവമാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ കോറി വെക്കുന്നത്. നാളെ മറ്റുള്ളവർക്ക് കാണാനുള്ളതാണെന്നുള്ളതൊന്നും ഒരു ബോധമില്ലാത്തവരാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് കോട കാണാൻ പറ്റും നിങ്ങൾക്ക്, പക്ഷേ അത്ര ഹെവി കോടയൊന്നുമല്ല, ലൈറ്റായിട്ടുള്ളൊരു കോട കാണാം. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ളൊരു ക്ലൈമറ്റ് തന്നെയാണ് ഇതെന്ന് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ ഒരുപാട് റിസോർട്ടുകൾ വന്നിട്ടുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ള റിസോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പണി നടക്കുന്ന ഒരുപാട് റിസോർട്ടുകളൊന്നും ഞങ്ങൾ വരുന്ന വഴിയിൽ കണ്ടിരുന്നു. മുന്നേ ആണെങ്കിൽ ജീപ്പ് എടുത്ത് ഇങ്ങോട്ട് വരേണ്ടതൊക്കെ ഒരു റോഡായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ലൊരു റോഡ് തന്നെയാണ് ഇങ്ങോട്ടൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജീപ്പൊന്നും എടുക്കണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ തന്നെ ബൈക്കോ കാറോ ആയിക്കോട്ടെ ഇതിൻ്റെ മുകൾ ഭാഗം വരെ എത്താൻ വേണ്ടി സാധിക്കും. പാലക്കയം ഫോട്ടോ ഫ്രെയിമാണ് ഇത്. ഇവിടെ നിന്നാണ് നിങ്ങൾ കാണുന്ന പാലക്കയം മിക്കവാറും ഫോട്ടോസ് ആൾക്കാരെടുക്കുന്നത്. ഇതുപോലുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ ഇങ്ങനെ വേസ്റ്റ്, അതും പ്ലാസ്റ്റിക് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമൊക്കെ വലിച്ചെറിയുന്നത് എങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ളവരാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. കാരണം നമ്മളൊക്കെ ടൂർ പോകുമ്പോൾ പരമാവധി ഇതൊന്നും അഥവാ പ്ലാസ്റ്റിക് കൊണ്ടുപോയാൽ തന്നെ വണ്ടിയിലിടുക, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളിത് കാണുന്നില്ലേ, പാലക്കയം ആരോ ചിപ്സ് തിന്നിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് പാക്കറ്റ് വലിച്ചെറിഞ്ഞ് പോയതാണിത്. ഇതുപോലുള്ള ആൾക്കാരാണ് പല നിയന്ത്രണങ്ങളും കൊണ്ടുവരാൻ കാരണമാകുന്നത്. കാരണം ഇങ്ങനെ കുറേ ഇടുമ്പം ഇവരും ചെയ്യും വനവകുപ്പൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടുള്ള പ്രവേശനം അങ്ങ് നിരോധിച്ചു കളയും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു ദ്രോഹം കൂടിയാണെന്ന് അവർ കൂടി ഒന്ന് ഓർക്കുക. ചെറിയൊരു കോട കാണാം, പക്ഷേ വലിയ തണുപ്പൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ അനുഭവപ്പെടുന്ന അത്ര ചൂടുമില്ല, ഒരു മീഡിയം കാലാവസ്ഥ എന്നൊക്കെ പറയാം. കോട കാണുന്നുണ്ട്, പക്ഷേ കോടയുടേതായ ഒരു തണുപ്പൊന്നും ഇവിടെ ഇപ്പോൾ ഇല്ല. സൂര്യനെയും കാണാനില്ല, നല്ല മേഘത്തിൻ്റെ ഉള്ളിൽ മറിഞ്ഞിട്ടാണുള്ളതെന്ന് തോന്നുന്നു. പാലക്കയം മേലെ ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. മുന്നിൽ അങ്ങ് ദൂരെ ഒരു പച്ച വിരിച്ചൊരു ചെറിയൊരു മല കാണാം, 3 കല്ലുകളും ഉണ്ട് അവിടെ. നല്ലൊരു വ്യൂ തന്നെയാണ് ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്. ആ ഫോട്ടോ ഫ്രെയിമിൽ ഇങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ശരിക്ക് ഒന്നുകിൽ അതിരാവിലെ അല്ലെങ്കിൽ ഈവനിങ് വരുന്നതായിരിക്കും നല്ലത്. ഞങ്ങളിപ്പോൾ ഒരു 8 മണി സമയമായി, അപ്പോൾ സൂര്യനൊന്നും കാണാറില്ല. താഴെ ഇങ്ങോട്ടേക്ക് കയറി വരുന്ന ജീപ്പുകളൊക്കെ കാണാം. സ്കൈ ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇത് പാലക്കയം വേറൊരു ഭാഗത്ത് കൂടി എൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട്. ആ ഒരു ഭാഗത്തുള്ള ഫോട്ടോ ഫ്രെയിമും ആൾക്കാരാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ കയറി വന്ന വഴിയാണ് ഇത്. ഇവിടുന്ന് നല്ലൊരു വ്യൂ തന്നെയാണ്, പക്ഷേ അത് രാവിലെയോ ഈവനിങ് സൺസെറ്റിൻ്റെ സമയത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഏകദേശം വെയിലിൻ്റെ ചൂട് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പേരെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഇന്നൊരു സൺഡേ ആണ്, അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങാനുള്ളൊരു പരിപാടിയിലാണ്. ജസ്റ്റ് ഒരു ഷോർട്ട് റൈഡ് വന്നതാണ് ഇങ്ങോട്ടേക്ക്. സൺഡേ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ മിക്കവാറും വൈകുന്നേരങ്ങളായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു 1-2 ഫാമിലി മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ ആൾക്കാർ ഇങ്ങോട്ടേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെയുള്ള കോടയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ല തെളിഞ്ഞ ക്ലൈമറ്റാണ്, വെയിലിൻ്റെ ചൂട് കൂടി വരുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൻട്രൻസിനടുത്തുള്ള സ്കൂഫയിൽ നിന്ന് ചായയും ലഘു കടികളും ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് നാട്ടിലേക്ക് പോകാനുള്ളൊരു പരിപാടിയാണ്. ഇവിടെ ചെറിയ ഫുഡൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ ഒരു ഷോർട്ട് റൈഡ് ആയിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ റൈഡ് പോകുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ഓക്കെ ബൈ.